മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് വീണ്ടും ഒരു പ്രഭാതം നൽകിയിരിക്കുകയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ സ്തുതിക്കായി ജീവിക്കുവാനുമായി കർത്താവ് ഒരു ദിവസം കൂടെ നമുക്ക് നൽകിയിരിക്കുക. കർത്താവ് നൽകിയ പ്രഭാതത്തിൽ നമുക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിന് നന്ദി പറയാം. സകല ചരാചരങ്ങളോടും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും പ്രത്യേകമായി പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിലൂടെയെല്ലാം ദൈവകൃപ നമ്മിലുണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മെ നയിക്കുവാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നേ ദിവസം പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പലതരത്തിലുള്ള വേദനകൾക്കടിമപ്പെട്ട് നിരാശയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടാണ്. നിരാശയിലും ഉത്കണ്ഠയിലും കഴിയുന്ന അനേകർക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ശക്തിപ്പെടുത്തി നമ്മെ വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹമാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പൂർണ്ണതയിൽ വചനം സ്വീകരിക്കുവാനും ഇന്നേ ദിവസം അനുഗ്രഹപ്രദമായി മുൻപോട്ട് നയിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുവാനായി ഒരു നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് വലിയ കൃപകൾ സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം
4-ാം അധ്യായം 19-ാം തിരുവചനം. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരിലും കുടികൊള്ളുന്ന ഒരു സാന്നിധ്യമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിന് കാരണം കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതം തന്നെ കർത്താവിൻ്റെ സ്നേഹമാണ്. അതിനാൽ ആ സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം അവൻ്റെ സ്നേഹത്തിലായിരിക്കുന്നു. അതിനാൽ നാം അവനെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതം അവൻ്റെ സ്നേഹത്തിലാണ്. അതിനാൽ തന്നെ നാം അവനെ സ്നേഹിക്കുക. അതല്ലാതെ ഇത് നമ്മുടെ പ്രത്യേകമായൊരു കഴിവോ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയോ ഒരു സാമർഥ്യമോ ഒന്നും അല്ല. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ആദ്യമായി അവൻ നമ്മെ സ്നേഹിച്ചു. ആദ്യമായി കർത്താവ് നമ്മെ സ്നേഹിച്ചു. അതിനാൽ നാം അവിടുത്തെ സ്നേഹിക്കുന്നു. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നാം കർത്താവിനെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നത്. ആ സ്നേഹം നമ്മിൽ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സമാധാനവും നിറയാനുള്ള ഒരു വഴി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള രീതിയിൽ മനുഷ്യൻ സ്നേഹത്തിനു വേണ്ടി പരിശ്രമിക്കുക. പല സ്ഥലത്തും പല വ്യക്തികളിൽ പല സാഹചര്യങ്ങളിൽ പല ജീവിത മേഖലകളിൽ മനുഷ്യൻ്റെ ഒരു അന്വേഷണം ഈ സ്നേഹം നിറയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. എന്നാൽ ആദിയിൽ തന്നെ നമ്മെ സ്നേഹിച്ച ആ ദൈവസ്നേഹം നമ്മിൽ നിറയുന്നത് വരെ ഒരു വ്യക്തിയിലും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു, തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു. അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് വചനം അവർ ശ്രവിച്ചു. അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു. വീണ്ടും കർത്താവ് പറയാണ്, അവൻ സ്നേഹമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആൻ്റണി ഡി മെല്ലോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കിളിപ്പാട്ട് സോങ് ഓഫ് ദ ബേർഡ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഈ ആൻ്റണി ഡി മെല്ലോ വിവരിക്കുന്ന ഒരു സംഭവം, അതായത് ദൈവ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, അതുവഴി ദൈവവുമായിട്ടൊരു വ്യക്തി ബന്ധത്തിലായിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇപ്രകാരമാണ് വിവരിക്കുന്നത്: ഒരുവൻ ഇങ്ങനെ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും കർത്താവ് നൽകിയ സകലതിനെ ഓർത്ത് കൃതജ്ഞതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. എങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെടുക, ഒരു പൂർണ്ണത അവന് ലഭിക്കുന്നില്ല. അപ്പോൾ തന്നെ അവനിങ്ങനെ ഒരു പൂർണ്ണത ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആകുലപ്പെടുകയാണ്. എപ്പോഴും ദൈവസന്നിധിയിൽ അവനായിരിക്കുന്നുണ്ട് എങ്കിലും ദൈവമായ ആഴമായൊരു ബന്ധമൊക്കെ വരുന്നുണ്ട്. എന്നാലും ദൈവത്തോടുള്ള ഒരു സംഭാഷണത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവന് പറ്റുന്നില്ല. ദൈവത്തോട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്നെങ്കിൽ അശ്രദ്ധമായിട്ട് എവിടെയെങ്കിലും ശ്രദ്ധിക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് നോക്കും. ഇങ്ങനെ അവൻ ദൈവത്തിങ്കിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുന്നില്ല. ആ രീതിയിലായിരുന്നു
ഈ മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം അവൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പാവങ്ങളെക്കുറിച്ച് കർത്താവ് ഓർക്കുമോ? അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ബലഹീനതകൾ അവൻ ഓർത്തിരുന്ന് ഒരു നിബന്ധന എന്നോട് വയ്ക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഭയവുമായിരുന്നു ആ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ വീണ്ടും ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ഇരുന്നു. വലിയൊരു അത്ഭുതമായിരുന്നു അത്. അവൻ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല സംഭവിച്ചത്. കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു കുറ്റപ്പെടുത്തലുമില്ല, അവിടെ ഒരു പരിഭവമില്ല. അനുകമ്പയും സ്നേഹവും കരുണയും വാത്സല്യവും മാത്രമായിരുന്നു അവൻ അനുഭവിക്കാൻ സാധിച്ചത്. ആ സ്നേഹവും വാത്സല്യവും കരുതലും കരുണയും അവന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ തന്നെ അവൻ അവിടെ ഇരുന്ന് അവൻ്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങുകയാണ്. അവൻ കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കിയ അവൻ അങ്ങനെ കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവിൻ്റെ കുറ്റപ്പെടുത്തലല്ലായിരുന്നു, മറിച്ച് അവൻ്റെ കരുതുന്ന സ്നേഹമായിരുന്നു ആ കണ്ണുകളിൽ അവൻ അനുഭവിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ പലപ്പോഴും നമുക്കും കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഭയം നമ്മിൽ കടന്നുകൂടി കഴിയുമ്പോൾ കർത്താവിൻ്റെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഭയം നമ്മിൽ കടന്നുകൂടി കഴിയുമ്പോൾ കർത്താവിൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഭയം നമ്മിൽ കടന്നുകൂടുമ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ ആ താല്പര്യം, അല്ലെങ്കിൽ അവൻ്റെ അടുത്തിരിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് സന്തോഷം നൽകുന്നത്, സമാധാനം നൽകുന്നത്. അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു തലമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു തലം നമ്മിലുണ്ടെങ്കിൽ ദൈവവുമായി ആഴമായ വ്യക്തിബന്ധത്തിൽ നമുക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നതും. ഇവിടെ അതിനെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തത്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലായിരിക്കുന്ന ഒരു മനുഷ്യനിലെ ആകുലത അകന്നു പോവുകയാണ്, അവനിലെ സംശയങ്ങൾ മാറിപ്പോവുകയാണ്, അവനിലെ അന്ധകാരം വിട്ടുപോവുകയാണ്, അവൻ്റെ ജീവിതത്തിൽ ദൈവകൃപകൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് വേണ്ടതും മറ്റൊന്നുമല്ല, ഈ ഒരു മനോഭാവമാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം, അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഒരു മനോഭാവം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാ: അവൻ നമ്മെ സ്നേഹിച്ചു. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവനെ സ്നേഹിക്കുന്നു. ഇതൊരിക്കലും എൻ്റെ ഒരു കഴിവോ സാമർഥ്യമോ അല്ല, മറിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് എന്നിലെ സ്നേഹം എന്ന് പറയുന്നത്. അതായത് വലിയ സ്നേഹത്തിൻ്റെ ഉടമയായ കർത്താവ് എനിക്ക് നൽകിയ ആ സ്നേഹം, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ തിരിച്ച് കർത്താവിന് കൊടുക്കുന്നത്. എൻ്റെ ഒരു കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ നേടിയെടുത്തതല്ല, മറിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വാത്സല്യവും, എനിക്ക് ലഭിക്കുന്ന സന്തോഷവും, എനിക്ക് ലഭിക്കുന്ന സമാധാനവും, അത് എൻ്റെ ജീവിതത്തിൽ ആഴമായി എൻ്റെ വ്യക്തിത്വത്തെ തന്നെയും ബാധിക്കുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം കൊണ്ടൊന്ന് നിറയുവാനായി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ പരിശുദ്ധമായ സ്നേഹത്താൽ നിറച്ച് വിശുദ്ധീകരിക്കുക. കൃപയിൽ വളരുവാനായിട്ട് കർത്താവ് നമ്മെ ഒരുക്കുകയാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ തക്കവിധം യേശുവേ, അങ്ങയുടെ സ്നേഹം
ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളിലെ ഭയം, ഉത്കണ്ഠ, നിരാശ ഇതെല്ലാം വിട്ടുപോകുവാൻ, ഭയത്തിന്, അതായത് ദൈവസ്നേഹമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. ഭയം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നമ്മുടെ ഭയങ്ങൾ വിട്ടുപോകണം, അസ്വസ്ഥതകൾ വിട്ടുപോകണം. അത് സ്നേഹത്തിൻ്റെ ഒരു നിറവിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇന്നേ ദിവസം ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ ജീവിത മേഖലകളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ സ്നേഹത്തിൻ്റെ നിറവിൽ ഭയത്തെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവിധം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാനുള്ള ഒരു ശക്തിയും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധമായ ഈ സമയം നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ നിയോഗം നമുക്കൊന്നും കൂടെ ഓർക്കാം. പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ വഴി ആകുലതയിലും ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന സകലരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയുവാനും അങ്ങനെ ഭയം വിട്ടുപോകുവാനും വലിയ സന്തോഷവും സമാധാനവും യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആശ്വാസം സ്വീകരിക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ ഈ ഗുഡ്നസ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ചാനലിന് വിവിധ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നടത്തപ്പെടുന്ന ഓരോ ശുശ്രൂഷയും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ധ്യാനകേന്ദ്രവും അതിൻ്റെ വിവിധ ശുശ്രൂഷകളും ധ്യാന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് പൂർണ്ണമായും ഈ നിയോഗങ്ങളെല്ലാം ഓർത്ത് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഇന്നത്തെ ഈ ദിവസം നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു ജപമാലയോ കരുണ ജപമാലയോ ഒരു കുരിശിൻ്റെ വഴിയോ ഇങ്ങനെയൊക്കെ കർത്താവ് നമുക്ക് നൽകുന്ന പ്രേരണയനുസരിച്ച് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. അതേപോലെ തന്നെ നമ്മുടെ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ അവരിലൂടെയെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. എന്തു ഞാൻ പകരം തരും മഹേശ,
എങ്ങനെ സ്തുതി പാടിടും. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു പുതുഗാനം ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോട് ചേർന്ന്
കർദിനാളന്മാരോടും അതേപോലെ തന്നെ മെത്രാന്മാരോടും അതുപോലെ തന്നെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് നിന്ന് നമ്മൾ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു.